എൻ്റെ നാട് എവിടെയാണെന്ന് എപ്പോൾ എല്ലാവരും ചോദിക്കലുണ്ട്. ഞാൻ കണ്ണൂരുകാരിയാണ്, പക്ഷേ ഞാൻ തിരുവനന്തപുരംകാരിയാണ്. തിരുവനന്തപുരത്തേക്ക് വന്നിട്ട് ഇപ്പം 10-12 കൊല്ലമായി. അതുകൊണ്ട് തന്നെ ഇന്നിപ്പം ബസ്സെല്ലാം കയറിയിട്ട് പോകുന്നത് ഞാനൊരാളെ കാണാനാണ്. ഇതാ ദിവ്യ, എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണ്. ഇവളെ ഞാൻ ഇതുവരെ എൻ്റെ വീഡിയോസിലൊന്നും കൊണ്ടുവന്നിട്ടില്ല, ആദ്യമായിട്ടേ വരുന്നത്. അതെനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ദിവ്യനെ കൊണ്ടുവരണമെന്ന്. ഞങ്ങൾ യൂണിഫോം ഇട്ടതുപോലെ ഞങ്ങൾ മൂന്നാൾ ഒരേപോലെ തന്നെ ഡ്രസ്സാണ് ഇട്ടിട്ടുള്ളത്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. കണ്ണൂർ തളിപ്പറമ്പിലെത്തി. തളിപ്പറമ്പിൽ നിന്ന് ബസ്സും കയറിയിട്ട് പോകുന്നത് നമ്മളെ കോളേജിലാണ്, കണ്ണൂർ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ. ആടത്തേക്ക് പോകുമ്പം അവിടെ പോകണം എന്നുള്ള ആഗ്രഹം, ഒരേപോലെ കുപ്പായിട്ടിട്ട് പോകണം എന്നുള്ള ആഗ്രഹം കുറേ കൊല്ലം മുമ്പുള്ളതാണ്. ഇപ്പം നടന്നത് കുറേ കൊല്ലത്തിന് ശേഷമാണ് കാണുന്നത് തന്നെ. അപ്പോൾ നമ്മളെ ഫ്രണ്ട് ഗായത്രിയും വന്നിട്ടുണ്ടായിനി. ഒരാൾ വയനാട്ടിൽ നിന്ന്, ദിവ്യ വയനാട്ടിൽ നിന്നാണ് വരുന്നത്, ഗായത്രി കോഴിക്കോട് നിന്ന് വരുന്നത്. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് നേരിട്ട് വരുന്നതെന്നല്ല, ഞാൻ നാട്ടിൽ വന്നതാണ്, ഉത്സവത്തിൻ്റെ സമയത്ത് വന്നതായിരുന്നു. അന്നേരം ഞാൻ വിചാരിച്ച എല്ലാവരെയും ഒന്ന് കാണാമെന്ന്. കുറേ നാൾക്ക് ശേഷം കാണുന്നതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമായി. ഇത് നമ്മളെ യൂണിവേഴ്സിറ്റി നമ്മൾ എന്താ പറയുക, ആടെ ആയിരുന്നല്ല 3 കൊല്ലം, ഞാൻ MCA പഠിക്കുന്ന 3 കൊല്ലം ഞങ്ങൾ ഇടിയായിരുന്നു. നമ്മളാണ് കണ്ടതെന്ന് പറഞ്ഞാൽ പെട്ടെന്നാണ്. അങ്ങനെ ഒരുപാട് നാൾ മുമ്പ് പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല. അങ്ങനെയൊന്നും പ്ലാൻ ചെയ്താൽ നടക്കില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. ആർക്കും അങ്ങനെ നടക്കൊന്നുമില്ല. അങ്ങനെ നമ്മൾ ആടെ നിന്ന് വിശക്കുന്നുണ്ടായിനി. തൊട്ടടുത്ത് ഡേയിലൊരു മനുവേട്ടനുണ്ട്, അവരെ കടയുണ്ടായിന്. അവിടെ പോയിട്ട് അപ്പവും പിന്നെ ചായയും കുടിച്ച് അവർ വിശപ്പൊന്ന് തീർക്കാൻ രാവിലെ എല്ലാവരും ഇറങ്ങിയതാണ്. വയനാട്ടിൽ നിന്നെല്ലാം പൊലച്ചൊക്കെ ഒരാൾ ഇറങ്ങി, കോഴിക്കോട് നിന്ന് രാവിലെ ഇറങ്ങി. അങ്ങനെ ആടെ പോയി ആടെ നിന്ന് വീഡിയോ എടുത്ത് ദിവ്യ കൈ ഇങ്ങനെ മറച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മൾ യൂണിവേഴ്സിറ്റിയിലേക്ക് തന്നെ ഒന്നും കൂടി കയറി. ആടെ ആരെങ്കിലും ഉണ്ടോയെന്നൊന്നും അറിയില്ലേനും. പിന്നെ നമ്മൾ പോയത് ശനിയാഴ്ചയാണ്. ശനിയാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആടെ ലീവുള്ള ദിവസമായിരുന്നു, ആരും ഉണ്ടാവില്ല. പിന്നെ എന്തായാലും പോയിട്ട് എല്ലായിടത്തും നിന്ന് കാണാൻ പറഞ്ഞു. മൊത്തത്തിൽ കോളേജ് മൊത്തത്തിലില്ല ആടെ. ഇപ്പം നമ്മൾ കണ്ണൂർ താവക്കരയിലേക്ക് മാറ്റി. നമ്മൾ പഠിച്ചത് ഇവിടെയായിരുന്നു, ഇവിടെ യൂണിവേഴ്സിറ്റി ക്യാമ്പസ്. അന്നേരം യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ഇവിടെ തന്നെയായിരുന്നേ. അപ്പോൾ നമ്മൾ MCA MSc എല്ലാം ഇവിടെ തന്നെ ഉണ്ടായേ. അപ്പോൾ ഞങ്ങളിങ്ങനെ പതുക്കെ നടന്ന് ഓരോ ബോർഡ് നോക്കി. പണ്ടത്തെ പോലെ തന്നെ ഇങ്ങനെ ഓരോ ബോർഡ് പണ്ട് കാലത്തും ഉണ്ടാവും, ഇപ്പോൾ ഉണ്ട്. ഇതിനകത്തായിരുന്നു നമ്മളുടെ ക്ലാസ്. ആടെ ഒരു ചെമ്പകത്തിൻ്റെ മരമെല്ലാം ഉണ്ടായിനി. ഇപ്പം നോക്കുമ്പോഴത്തേക്ക് കാലം ഉണങ്ങി, അതിൻ്റെ അകത്ത് ഒരു ചപ്പ് പോലും ഉണ്ടായില്ല. പിന്നെ കയറി നമ്മളെ ക്ലാസ്സിൻ്റെ അടുത്തേക്ക് പോയി. നമ്മൾ MCA ക്ലാസ് ഉണ്ടായ സ്ഥലം ഫസ്റ്റ് ഇതാ ആദ്യത്തെ കൊല്ലത്തെ എന്നാ പറയണ്ടേ, വല്ലാത്തൊരു ഫീലിംഗ് ആണ്. അവിടെ പോയപ്പോഴത്തേക്കും എല്ലാവരും ഓർമ്മ വന്ന് ആടെ നിന്ന് നടത്തിയ ഓരോ കാര്യങ്ങൾ, ആടെ നിന്ന് ഉണ്ടായ ഓരോ കാര്യങ്ങൾ, പഠിച്ച കാര്യങ്ങൾ, ടീച്ചേഴ്സ് എല്ലാവരും ഓർമ്മ വന്ന്. പിന്നെ ലൈബ്രറി നമ്മൾ അങ്ങനെ പോക്കില്ലെങ്കിലും ലൈബ്രറീൻ്റെ ഭാഗത്തും പോയി, ടോയ്ലറ്റിൻ്റെ ഭാഗത്തും പോയി, എല്ലാം പോയി കാണണമല്ല. അങ്ങനെ ആടുന്ന് നമ്മളൊന്ന് കണ്ട് പുറത്തേക്ക് ഇറങ്ങി. ചെഗുവേരേൻ്റെ നല്ല കൊത്തുപണിയെല്ലാം ഉണ്ട് ആടെ. പിന്നെ നമ്മൾ ഹോസ്റ്റലിൻ്റെ ഭാഗത്ത് പോയി. ഈ ബിൽഡിങ്ങിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെയാണ് നമ്മളെ ഹോസ്റ്റലും, നമ്മളടുത്ത വുമൻസ് ഹോസ്റ്റൽ. അതിനൊന്നും ഒരു മാറ്റവും ഇല്ല, പണ്ടും ഇപ്പോൾ ഒരേപോലെയില്ല ഹോസ്റ്റൽ. നമ്മളെ ഹോസ്റ്റലിൽ പോകുമ്പോഴത്തേക്ക് നമ്മളെ പണ്ടുണ്ടായ ആടെ ഉണ്ടായ ചേച്ചി തന്നെ അതിനകത്ത് ഉണ്ടായിനി. ആ ചേച്ചി വർത്താനം പറഞ്ഞ് നമ്മോട്, ഇത് നമ്മൾ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ ബാക്കിൽ നിന്ന് ഗായു സൺസ്ക്രീൻ കേൾക്കുന്നുണ്ട്. നല്ല പൊരി വെയിലായിനും. പിന്നെ ഇതുപോലെ നിറയെ പൂക്കളെല്ലാം തായിൽ വീണിട്ടുണ്ടായിന്. ആടെ നിറയെ മഞ്ചാടിക്കുരു ഉണ്ട്. ഒരാളാണെങ്കിൽ മഞ്ചാടിക്കുരു ഇരുന്ന് പെറുക്കിയെടുക്കുന്നുണ്ടായിരുന്നു. സൂക്ഷിച്ച് വെക്കാലോ, നല്ലതല്ലേ എന്നെല്ലാം പറഞ്ഞിട്ടാണ് പെറുക്കുന്നുണ്ടായിനി. നമ്മളിത് നോക്കി വീഡിയോ എടുത്ത് കമൻ്റ് അടിച്ച് ഇത്രയും മഞ്ചാടിക്കുരു പെറുക്കിയിട്ട് ദിവ്യ വന്ന്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ക്യാൻറ്റീനെല്ലാം നടത്തിയൊരു ചേട്ടനുണ്ടായിരുന്നു, ആ ചേട്ടൻ വന്നിട്ടുണ്ട്. അങ്ങനെ പണ്ട് കണ്ട് പരിചയമുള്ള, പണ്ട് കണ്ട ഒരു 3-4 ആൾക്കാർ നമ്മൾ കണ്ട്. അത് കഴിഞ്ഞ് കുറേ നേരം ആടെ ഇരുന്ന് വർത്താനവും കുറച്ച് ഷോർട്സ് വീഡിയോസെല്ലാം എടുത്തേ. എന്നിട്ട് നമ്മൾ ഇറങ്ങി. ഒരു 2 മണിയാകുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ കോഫി ഹൗസിൽ പോയി. കോഫി ഹൗസിൽ പോയാൽ പിന്നെന്താ, അവിടുത്തെ ബിരിയാണി തന്നെ, ബിരിയാണിയും ചിക്കു ഷേക്കും നമ്മൾ പറഞ്ഞു. അങ്ങനെ ബിരിയാണി എത്തി. പിന്നെ കണ്ണൂർ കോഫി ഹൗസിലെ ബിരിയാണി എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. നല്ല ടേസ്റ്റ് ഇല്ല, എനിക്ക് പണ്ടെല്ലാം ഇഷ്ടമായിരുന്നു. പിന്നെ ഇപ്പം തിരുവനന്തപുരത്ത് എത്തിയ ശേഷം പിന്നെ ആടെ കോഫി ഹൗസിലും പോക്കില്ല, ഒന്നിലും പോക്കില്ല. അപ്പോൾ അവിടെ എത്തുമ്പോൾ ഞാൻ പറഞ്ഞു ബിരിയാണി മതിയെന്ന്. പിന്നെ നല്ല ടേസ്റ്റോടുകൂടി ബിരിയാണി തിന്ന് കഴിയുമ്പോഴത്തേക്ക് ചിക്കു ഷേക്ക് വന്ന്. ചിക്കു ഷേക്ക് പിന്നെ പറയണ്ട, ഇപ്പം പറഞ്ഞ് ഞാൻ ഒച്ച കൊടുക്കുന്ന സമയത്ത് തന്നെ എനിക്ക് വെള്ളം വരുന്നു വായിൽ. അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടി ചിക്കു ഷേക്കും കുടിച്ച്. നമുക്ക് ഏടിയും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകണ്ടെന്ന് തോന്നി. ഒപ്പരം തന്നെ ജോലി ഇരിക്കാമെന്ന്. ഇനിയെപ്പോൾ കാണാമെന്ന് ഞങ്ങളിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിനി. അങ്ങനെ ഗായുവിനെ കയറ്റി വിട്ട് ഞങ്ങൾ ബസ് കയറിയപ്പോൾ കുറച്ച് നമ്മളെ വീഡിയോ എല്ലാം കാണുന്ന ആൾക്കാരെല്ലാം കണ്ടേ. അത് നമുക്ക് ഭയങ്കര സന്തോഷമായിനി. അത് കഴിഞ്ഞ് വർത്താനെല്ലാം പറഞ്ഞ് പിന്നെ അവിടുന്ന് തളിപ്പറമ്പെന്ന് കല്ലുമ്മക്കായ അപ്പം കുറേ എണ്ണം വാങ്ങണം എന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് നിന്ന് 4-5-6 വാങ്ങി. പിന്നെ അടുത്ത സ്ഥലത്ത് എത്തുമ്പോൾ ആദ്യം വാങ്ങണം എന്ന് എനിക്ക് തോന്നിയിനി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കണ്ണൂരെത്തിയ കല്ലുമ്മക്കായ അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ മേടിക്കൽ. കാരണം എനിക്ക് തിരുവനന്തപുരത്തൊന്നും ഈ സാധനം കിട്ടില്ല.
അപ്പോൾ കണ്ണൂർ എത്തിയപ്പോഴത്തേക്ക് അത് വാങ്ങി, അല്ല തളിപ്പറമ്പിൽ നിന്ന് അത് വാങ്ങി ഞങ്ങൾ രണ്ടാളും ബസ് കയറിയിരുന്ന്. പിന്നെ പറഞ്ഞാലും തീരൂല ഞങ്ങൾക്ക് വർത്താനം, എത്ര പറഞ്ഞാലും തീരൂല. അങ്ങനെ ഞങ്ങൾ അന്ന് കണ്ടു കഴിഞ്ഞു. വീട്ടിലെത്തി ഞാൻ കല്ലുമ്മക്കായ അപ്പൽ അവരിങ്ങനെ വിചാരിച്ചുകൊണ്ട് തിന്നു. ഇനി എപ്പോൾ കാണുമെന്നാണ് ഇപ്പം എപ്പോൾ വിളിക്കുമ്പോൾ ചോദിക്കൽ. ഇനി കണ്ണൂർ പോയിട്ട് വേണം അടുത്ത. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചൊരു ദിവസം